ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹെൽത്തിയായ ദോശമാവാണ്. എല്ലാവർക്കും ദോശമാവ് ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളോട് പറയുന്നത്. അതിനു വേണ്ടി ഞാൻ 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് റാഗി. ഇത് മൂന്നും കൂടി കഴുകി വെള്ളത്തിലിട്ട് വെക്കുക. ഒരു പിഞ്ച് ഉലുവ അതും കൂടി ഇട്ട് അടച്ചു വെക്കുക. ഇത് നല്ലവണ്ണം കഴുകി അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് ഈവനിങ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈവനിങ് ആയി. ഇപ്പം ഞാനിത് അരയ്ക്കാൻ പോവുകയാണ്. ഇനി എടുത്ത് ഞാൻ ഒന്നും കൂടെ കഴുകും. ഒന്നും കൂടെ കഴുകിയതിന് ശേഷം ഞാൻ വേണ്ട ഒരു പിടി അവൽ ഇത് സെപ്പറേറ്റായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ എപ്പോഴാണ് അരയ്ക്കുന്നതെന്ന് വെച്ചാൽ അന്നേരം എടുത്ത് കഴുകിയാൽ മതി. ഈ അവലും കൂടെ കഴുകിയിട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുവാണ്. ഇതും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. ഇപ്പോൾ എല്ലാം നല്ലവണ്ണം കഴുകി എടുത്ത് മിക്സിയിലിട്ട് നമുക്ക് അരച്ച് വെക്കാം. ഇത് നല്ലവണ്ണം അരയ്ക്കണം. ഇത് ദോശയ്ക്ക് വേണ്ടിയുള്ളതാണ്, അതുകൊണ്ട് നല്ലവണ്ണം അരയ്ക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് വെക്കാം. നിങ്ങൾ ചോറിടുകയെ ചെയ്യല്. ചോറിന് പകരം നിങ്ങൾ അവലിട്ടൊന്ന് നോക്ക്. നല്ല സോഫ്റ്റാകും, നല്ലവണ്ണം മാവ് പൊങ്ങുമെന്നുള്ളത്. ഇനി നമുക്കിത് ഓവർനൈറ്റ് അടച്ചു വെക്കാം. നമുക്ക് രാവിലെ കാണാം. ഇപ്പം നമ്മുടെ പകുതി താഴെയുള്ള നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. നമുക്ക് രാവിലെ കാണാം മാജിക്ക്. ഇപ്പം നമ്മുടെ രാവിലെയായി. നോക്ക്, നിങ്ങൾ തന്നെ നോക്കൂ, ഫുള്ളായി. ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കിന് ഇത് താഴെ വീഴും. കണ്ടേ, പാത്രം ഫുള്ളായി. ഇത് താഴെ, ഇതിൻ്റെ പകുതി താഴെ ഉള്ളായിരുന്നു. ഇപ്പം വേണ്ട ഫുള്ളായി. കണ്ടു. എപ്പോഴും നമ്മൾ ചോറിന് പകരം അവൽ ഉപയോഗിക്കണം. എന്നാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. എത്ര അറിയാൻ വയ്യാത്തവർക്കും ഇത് നല്ലതായിട്ട് ദോശ ഉണ്ടാക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം. ഒരു ദോശ ഉണ്ടാക്കി നോക്കാം. കണ്ടോ, നല്ല ഫ്ലഫിയായി. നോക്ക്, നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഇച്ചിരി അവലിട്ട്. ഇതൊരു ദോശ ഉണ്ടാക്കി കാണിക്കുന്നതേ ഉള്ളൂ. ഇതിലെങ്ങനെ പറ്റി പിടിക്കുകയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രം. എല്ലാവരും ട്രൈ ചെയ്യുക. ഗുഡ് ബൈ.